അങ്ങനെ പ്രിയമുള്ളവർ, യേശു ദൈവപുത്രനാണെന്ന് ബോധ്യം ഉണ്ടായപ്പോൾ സഭ പണിയപ്പെടാൻ തുടങ്ങി, ദൈവവിളികൾ ഉണ്ടാകാൻ തുടങ്ങി, ബോധ്യങ്ങളുണ്ടാകാൻ തുടങ്ങി. 8 വർഷത്തിന് ശേഷം ആ വ്യക്തി ഇവിടെ വന്നു, എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. 8 വർഷത്തിന് ശേഷവും എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു രോഗവുമില്ല. നമ്മുടെ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത് പോവുകയാണ് വയനാട്ടിൽ നിന്ന്. ആ തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് വേദനയും അസ്വസ്ഥതയും ഭാരവുമായി കടന്നിരുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ഓർത്തു, യേശുക്രിസ്തുവിന് ഈ സ്ത്രീയെ സുഖപ്പെടുത്താമെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റിയില്ലേ? അങ്ങനെ കൈകാലുകൾ വേദനയും അസ്വസ്ഥതയുമായിട്ട് ആ റൂമിൽ കിടന്നിരുന്ന ഒരു വ്യക്തി, അവരുടെ രോഗങ്ങൾക്കെല്ലാം വേദനയെല്ലാം മാറി സുഖപ്പെട്ടു. ആ വ്യക്തി വീണ്ടും കർത്താവിൻ്റെ തിരുവചനം കേൾക്കാനായിട്ട് പള്ളിയിലേക്ക് വ്യാഴാഴ്ച ദിവസം നടന്നു വന്നു. മുഴുവൻ സമയം നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. യേശു ക്രിസ്തു ദൈവമാണെന്ന ബോധ്യം സഭയുടെ അടിസ്ഥാന വിശ്വാസം. ഇത് നിൻ്റെ ഹൃദയത്തിൽ നീ ഉറപ്പിച്ചാൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടും, ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടും. ഒരിക്കൽ ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പെങ്കൊച്ച്, ഞങ്ങൾ ഈ വചനമൊക്കെ പറഞ്ഞെല്ലാം പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെണ്ണ് കോട്ടയം ടൗണിൽ പോയി ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഉടനെ കുറേ പൂവാലന്മാർ വന്നതുകൊണ്ട് അവളെ കമൻ്റ് അടിക്കുന്നു, കളിയാക്കുന്നു. എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വായിക്കാത്തോണ്ട് നോക്കിയിരിക്കുക. വായി നോക്കിയവൾ ഓർത്തോണം, നല്ല കർത്താവിൻ്റെ കൃപയുള്ള പെൺപിള്ളാരുടെ അടുക്കിലേക്ക് പോകരുത്. എന്നാ പറ്റുമെന്ന് ഞാൻ പറയാൻ പോവുക. പ്രിയമുള്ളവരെ, അവിടെ ഇരുന്ന് കമൻറ്റും പറഞ്ഞ് വായി നോക്കിയിരിക്കുക. എന്നാ സംഭവിച്ചെന്നറിയാം. അവൾ പതുക്കെ ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, കുറേ ചെറുപ്പക്കാർ വന്ന് എന്നെ ഇങ്ങനെ കളിയാക്കുന്നു, പീഡിപ്പിക്കുന്നു, ഞാൻ എന്നാ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, 100, 101, 102, 108 എന്ന് പറയുന്ന ഓരോ നമ്പരാണ്. ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് വിളിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കാനില്ല, നീ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവർ, അവളോട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മത്തായി സുവിശേഷം 16, യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ കർത്താവ് എന്നെ പീഡിപ്പിക്കാൻ വരുന്ന, ഉപദ്രവിക്കാൻ വരുന്ന വ്യക്തികളെയും അവരിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവർ, അതിനകത്ത് നിന്നിരുന്ന ഒരുത്തന് പെട്ടെന്ന് കാല് തെന്നി ആ ചള്ളവെള്ളത്തിനകത്തോട്ട് വീണു. അവൻ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പം ഇവളൊരൊറ്റ ചിരി. ആ ചിരിയിൽ യവന്മാരെല്ലാം എന്ത് ചെയ്തു? ചള്ളവെള്ളത്തോടു കൂടി ഇവനെ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. കണ്ടോ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒറ്റ പ്രാർത്ഥന നടത്തിയാൽ മതി, കർത്താവ് അപ്പം അവിടെ പ്രവർത്തിക്കും. നമുക്കതിനും വല്ല നേരമുണ്ടോ? നമ്മളെന്ത് ചെയ്യും? എവിടെയാണ് വിശേഷം? ഉടനെ നമ്മളൊന്ന് ചിരിച്ച് കാണി. അപ്പോൾ അവർ ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്നൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചാൽ നമ്മൾ പോക്കടിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന വചനം ഉച്ചരിച്ചാൽ അപ്പോൾ പരിപാടിയോടെ തീരും. അതാ നമ്മളൊരു പ്രത്യേകത. ഞാനൊരിക്കൽ ഓർക്കുകയാണ്, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളൊരു ടൂറിന് പോവുകയാണ്. തിരുവനന്തപുരം, വേളി, കന്യാകുമാരിയാണ് ടൂർ. പോകുന്ന സമയത്ത് കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, തിരിച്ചു പോരുമ്പോൾ സെക്കൻഡ് ഷോ കണ്ടിട്ട് വേണം പോരാൻ. ടീച്ചേഴ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് നോക്കാം, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം, പുതിയ സിനിമ ഇറങ്ങുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സിനിമ കാണാൻ തീരുമാനിച്ചു. ഉടനെ അതിനകത്ത് ജെസ്സി എന്ന് പ്രയറുള്ളൊരു പെണ്ണുണ്ട്, ജെസ്സി പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, സിനിമാ തിയേറ്ററിൽ കയറുകയോ സിനിമ കാണുകയോ ചെയ്യുകയില്ലെന്ന്, അതുകൊണ്ട് ഞാൻ പോരുന്നില്ലെന്ന്. ഉടനെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു, നീ പോകുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ബസ്സിൽ ഇരുത്തിയിട്ട് പോരും. തിരുവനന്തപുരത്ത് ടൗണിൽ വന്ന് ആരെങ്കിലുമൊക്കെ നിന്നെ എടുത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യും, കടലിൽ കൊണ്ടിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, എടീ പേടിക്കൊന്നും വേണ്ട, നീ തിയേറ്ററിൽ കയറുമ്പോൾ കണ്ണടച്ചങ്ങ് ഇരുന്നാൽ മതി, പാസ്റ്ററിനെ കണ്ടു കഴിയുമ്പോൾ മിണ്ടാതിരുന്നേച്ചാൽ മതി, ഇത് കാര്യം പറയണ്ട, വീട്ടിൽ ആരോടും മിണ്ടണ്ട. അവൾ കരച്ചിലും തുടങ്ങി, നിലവിളിയും തുടങ്ങി. ഉടനെ ആൺപിള്ളേരെല്ലാം കൂടെ പുറകിടുന്നുണ്ട്, ഇവളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെല്ലാം ഇവിടെ തലക്കെട്ടിഞ്ഞ് ഓടുക. അപ്പോൾ നിനക്ക് സിനിമ കാണാമല്ലേ എന്നൊക്കെ പറഞ്ഞ് തലക്കിട്ട് ഓടിയിട്ട് പോകും. ഇവിടെ ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ ചെന്നൊരു കൗൺസിലിംഗ് കൊടുക്കും. എനിക്ക് അന്നേ കൗൺസിലിംഗ് കൊടുക്കുന്ന രീതിയുണ്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്നും ഭയപ്പെടാനില്ല, ഇത് എയർ കണ്ടീഷൻ റൂമാണ്. എയർ കണ്ടീഷൻ സിനിമാ തിയേറ്ററിൽ കയറിയിട്ട് കണ്ണടച്ചിരുന്നാൽ അന്നേരം തന്നെ ഉറങ്ങിപ്പോകും. അതുകൊണ്ട്
പേടിക്കാനായിട്ടൊന്നുമില്ല. അവസാനം തിരുവനന്തപുരത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയി. പ്രിയമുള്ളവർ, രാത്രി സിനിമ കാണാൻ വേണ്ടി തിരിച്ചു വന്ന് കയറുന്നിടം വരെ ഇവൾ കരഞ്ഞ് കണ്ണെല്ലാം മൂക്കെല്ലാം വീർത്ത് ചുമന്ന് ചെവിയെല്ലാം ചുമന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ പറയും, എല്ലാവരും കൂടെ പറയാൻ തുടങ്ങി, ഈ മുടിയാനുള്ള ഈ പെണ്ണ് വന്നിട്ട് നമ്മുടെ മുഴുവൻ സന്തോഷം കെടുത്തി കളഞ്ഞ്, ഇവിടെ മോന്ത കാണുമ്പോൾ നമ്മുടെ സന്തോഷം തന്നെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളെ പീഡിപ്പിച്ചുകൊണ്ട്. പീഡനമല്ല, എന്നാലൊരു ഹരാസ്മെൻ്റാണ്. എന്തായാലും പ്രിയമുള്ളവർ, തിരിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയോ? തിയേറ്റർ അടഞ്ഞു കിടക്കുക. ഞങ്ങൾ ചോദിച്ചു, സിനിമ തുടങ്ങിയോ? എന്നാൽ പറഞ്ഞു, AKG സെൻറ്ററിൻ്റെ ആരോ കല്ലെറിഞ്ഞ്. ഇന്ന് 12 മണി മുതൽ നാളെ 12 മണി വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൗണ് വിടാം, ഇല്ലെങ്കിൽ നാളെ 12 മണിക്ക് തിരുവനന്തപുരം ടൗണിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ, പെട്ടെന്ന് പോകോളാൻ പറഞ്ഞു. പൈസയും മേടിച്ചുകൊണ്ട് അവിടുന്ന് ഒരു പോരിച്ച് പോകുന്നിട്ട് പ്രിയമുള്ളൊരു കൊട്ടാരക്കാരെ വന്നിട്ടാണ് പിന്നെ വണ്ടി ഔട്ടിയത്. എനിക്കന്ന് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയും 1000 പേര് അപ്പുറത്ത് എതിരായി ക്രിസ്തുവിൻ്റെ വചനത്തിനും നാമത്തിനും എതിരായി നിൽക്കുകയും ചെയ്താൽ എത്ര ദുർബലനാണെങ്കിലും ആ വ്യക്തി ജയിച്ചിരിക്കും. ആ വ്യക്തി വിജയിച്ചിരിക്കും പ്രിയമുള്ളവർ. ആ വ്യക്തി ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും. മാലാഖമാരും സ്വർഗീയ ഗണങ്ങളും സ്വർഗീയ സൈന്യങ്ങളും ആ വ്യക്തിയുടെ ദൈവത്തിന് വേണ്ടിയുള്ള നിലപാടിൻ്റെ മേൽ അഭിഷേകം പരീക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് വരണം. അതുകൊണ്ട് ഓർക്കുക, പാതാള ഗോപുരങ്ങൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. കണ്ടോ, താക്കോലിൻ്റെ പ്രത്യേകത എന്താ? തുറക്കാം. എന്ത്? സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കാനുള്ള കൃപ. മറ്റുള്ളവരിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കാനുള്ള കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ മറ്റുള്ളവരിലേക്ക് തുറന്നു കൊടുക്കാൻ എന്നെ ഞാൻ അഭിഷേകം ചെയ്യും. നിങ്ങളൊരാൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിലുള്ള സ്കൂളിലുള്ള അനേകരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അനേകരെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. 100 കണക്കിന് അനുഭവങ്ങൾ ഈ മേഖലയിലുണ്ടായിരുന്നു, 100 കണക്കിന്. ഞാൻ ഓർക്കാണ്, ഇവിടെ തന്നെ ഒരു പെങ്കൊച്ചെന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണെന്ന് തോന്നുന്നു, എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പം കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, പഠിക്കാൻ തീരെ പുറകോട്ടാണ്. അവൾ പറയുന്നത് അവൾക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒന്നും എഴുതാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ, അവൾക്ക് പഠനത്തിൽ തീരെ പുറകോട്ടാണ്. ഞാൻ അവളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ശേഷം 2 വചനങ്ങൾ അവൾക്ക് കൊടുത്തു. അതിലൊന്ന് യോഹന്നാൻ 14:26, യോഹന്നാൻ 15:26, 2 വചനം. ഈ 2 വചനം കൊടുത്തിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് സഹായകനാണ്, ടീച്ചറാണ്. അതുകൊണ്ട് ഈ വചനം വായിച്ചിട്ട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് നീ പഠിക്കാൻ തുടങ്ങുക. എന്ത് സംഭവിച്ചെന്നറിയോ പ്രിയമുള്ളവരെ? 1 വർഷം പിന്നിട്ടപ്പോൾ അവൾ വന്ന് പറഞ്ഞു, എൻ്റെ പഠന മേഖലയിൽ കാര്യമായ പുരോഗതി കാണുന്നു. 9ാം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞു, ഞാനാണിപ്പോൾ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ്. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ ധ്യാനം ഇവിടെ നടക്കുകയാണ്, ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കുട്ടികളെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. ധ്യാനമെല്ലാം കഴിഞ്ഞ് പോയി, പരീക്ഷ എഴുതി റിസൾട്ട് വന്നു, എല്ലാത്തിനും A+. കണ്ടോ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നൊരു പെൺകുട്ടിയെ ദൈവം ഉയർത്തി വളർത്തിയത് ദൈവത്തിൻ്റെ തിരുവചനം വിശ്വസിച്ചപ്പോഴാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ വിശ്വാസമാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസം. ഈ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ താഴെ പോയാൽ നിങ്ങൾ മറ്റു പലതിനെയും വിശ്വസിക്കാൻ പോകും. കണിയാൻ്റെ അടുത്ത് പോവും, പിന്നെ തകിട് കെട്ടാൻ പോവും, മന്ത്രവാദിയുടെ അടുക്ക പോവും, തട്ടിപ്പുകാരുടെ അടുക്ക പോവും, അങ്ങനെ പല ആളുകളുടെ അടുക്കലേക്ക് പോവും. നിങ്ങളെ സാമ്പത്തികമായും ഭൗതികമായും കബളിപ്പിക്കുന്ന പല മേഖലകളിലും പോവും. അവിടെ ഇങ്ങനെ നടക്കും, ഇവിടെ ഇങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞു ഒത്തിരി മനുഷ്യർ നമ്മളെ. പക്ഷേ അതിലൊന്നുമല്ല കാര്യം നടക്കുന്നത്. സത്യസന്ധമായി കാര്യം നടക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നടക്കുന്നത്. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പ്രവർത്തിക്കും. ആ വിശ്വസിക്കാത്തവനോ ഒന്നും കിട്ടുകയില്ല. അതുകൊണ്ട് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ തീരുമാനമെടുക്കാം. ഈ വിശ്വാസമാണ് പ്രിയമുള്ളവരെ സഭ ഉൾക്കൊണ്ടത്. ഈ വിശ്വാസത്തിന് വേണ്ടിയാണ് വേദപുസ്തകം എഴുതപ്പെട്ടത്. യോഹന്നാൻ 20:30 യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതിന് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ടപ്പോൾ
അപ്പോസ്തല പ്രവൃത്തികൾ 9:20 നമ്മൾ കാണുന്നു, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു, പ്രഘോഷിക്കാൻ തുടങ്ങി. പരിശുദ്ധ സഭ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ച പിതാക്കന്മാരുടെ കഴുത്ത് വരെ പോയി. എന്നിട്ടും അവരാരും യേശു ദൈവമാണെന്ന വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചില്ല. ഇനി നിങ്ങൾ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നോ, അന്ധകാര ശക്തികൾ നിങ്ങളെ വിട്ടുപോകും, രോഗികൾ സുഖപ്പെടും, ബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടും, ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ദൈവം നിങ്ങൾക്ക് നൽകാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ എല്ലാ മേഖലകളിലും യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയിൽ വ്യക്തമായിട്ടുണ്ടാകും. നിങ്ങൾ ഇന്ന് മുതൽ അത് വിശ്വസിക്കുക. അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു വെളിപാടാണ്, മനുഷ്യൻ്റെ തലയ്ക്കകത്തുനിന്നുണ്ടായ വെളിപ്പെടുത്തലല്ല. എന്നാൽ പല വിശ്വാസങ്ങളും ഭൂമിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന് ഡെവലപ്പ് ചെയ്ത വിശ്വാസങ്ങളാണ്, ഭയത്തിൽ നിന്ന്. ഉദാഹരണത്തിന് കടലിൻ്റെ അടുക്ക താമസിച്ച് മീൻ പിടിച്ച് ജീവിച്ച ആളുകൾ കടലിനെ നോക്കി പറഞ്ഞു, ദൈവമേ, ഞങ്ങൾക്ക് ആഹാരം തരുന്ന ആരാ? കടലമ്മ. ഞങ്ങളെ പോറ്റുന്നതാരാ? കടലമ്മ. അതുകൊണ്ട് ആളുകൾ കടലിനെ എന്ത് പേര് വിളിച്ചു? അമ്മയെന്ന് വിളിച്ച്. കണ്ടോ, എൻ്റെ അമ്മയാണ്. അപ്പോഴാണ് അമ്മയാന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുമ്പോൾ കടലിൻ്റെ തിരമാലകൾ വന്ന് കാലയിൽ അടിച്ചേച്ച് പോകുന്നു. ഉടനെ അവർ ചിന്തിച്ചു, അമ്മ വന്ന് ഇതാ ഉമ്മ തന്നിട്ട് പോകുന്നു. അങ്ങനെ കടലമ്മ ചിലരുടെ ദൈവമായി മാറി. കണ്ടോ, കടലമ്മ ചിലരുടെ ദൈവമായി മാറി. കണ്ടോ, ഒരു സൃഷ്ട വസ്തു ദൈവമായി മാറുന്നത്. കാട്ടിൽ താമസിച്ചപ്പോഴാണ് മനുഷ്യൻ ഇതാ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയ കാറ്റ് വന്ന് അടിച്ചു പോകുന്നത്. ഉടനെ ആളുകൾ ഓടി മാറി. അവർ പ്രാർത്ഥിച്ച്, ദൈവമേ, ഈ കാറ്റിൻ്റെ രാജാവേ, ഈ കാറ്റിനെ ഒന്ന് പിടിച്ചു നിർത്ത്. കുറച്ചു നേരം കഴിഞ്ഞ് കാറ്റ് നിന്നു. ഒയ്യോ, നമ്മൾ കാറ്റിൻ്റെ രാജാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കാറ്റ് നിന്നു. അതുകൊണ്ട് കാറ്റാരാ? ദൈവം. അങ്ങനെയാണ് ദൈവം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ചിലരും ഈ കുടിലുണ്ടാക്കി താമസിക്കുക. അപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുടിലിൻ്റെ മേകളിൽ കമ്പേന്ന് ഒരു സാധനം തൂങ്ങി കിടക്കുന്നത്. എന്താണ്? പാമ്പ്. പത്തി നിർത്ത്. പാമ്പിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പം ഇവർ ചാടി കുടിലിന് പുറത്തിറങ്ങി. എന്നിട്ട് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ, ഈ പാമ്പിൻ്റെ രാജാവേ, ഈ പാമ്പിനെ ഒന്ന് വിളിച്ചോണ്ട് പോണേ. ഉടനെ പതുക്കെ കുറേ നേരം പാമ്പ് ഒരിടത്ത് ഇരിക്കുകയല്ല. കുറച്ചു നേരം കഴിയുമ്പോൾ പാമ്പ് പതുക്കെ ഇറങ്ങി എന്ത് ചെയ്തു? പോയി കഴിഞ്ഞപ്പം ആളുകൾ പറഞ്ഞു, കണ്ടോ, പാമ്പിൻ്റെ രാജാവിനോട് പറഞ്ഞപ്പോൾ പാമ്പിനെ മാറ്റിത്തന്നു. അപ്പോൾ അങ്ങനെ അവർ ചിന്തിച്ചു, അപ്പോൾ ഈ പാമ്പിനൊരു രാജാവുണ്ട്. ഈ പാമ്പിന് ഒരു തലയാണെങ്കിൽ രാജാവിന് എത്ര കാണും? അവർ നോക്കി, എത്ര അവർക്ക് എണ്ണാൻ പറ്റുന്ന ആകപ്പാടെയുള്ള ഇതാ 1, 2, 3, 4, 10 തലയുള്ള പാമ്പുകളെ രാജാക്കന്മാരാക്കി ഇവർ ഉണ്ടാക്കി വെച്ച് ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ആരാധിക്കാൻ തുടങ്ങിയ പിന്നെ വലിയ പ്രശ്നമില്ല. കണ്ടോ, അങ്ങനെ ഭൂമിയിൽ ഇതാ ദൈവങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. കണ്ടോ, പാമ്പുകൾ ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്നു, മൃഗങ്ങൾ ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്നു, കാറ്റ് ദൈവമായി ആരാധിക്കപ്പെടുന്നു. പിന്നെ അവസാനം പ്രിയമുള്ളവർ ഇതിനെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തു. ഒരു ദൈവം അവിടെ കിടക്കുന്നു, കാറ്റ് ദൈവം. മറ്റേ ദൈവം എന്ത് ചെയ്യുന്നു? ഇവിടെ കിടക്കുന്നു. ആ ദൈവം അവിടെ കിടക്കുന്നു. എല്ലാ ദൈവത്തെയും കൂടി ഒരു യൂണിയൻ ആക്കിയപ്പോഴാണ് ഒത്തിരി കണ്ണും ഒത്തിരി കാലും ഒത്തിരി കൈകളുമുള്ള ദൈവങ്ങളുണ്ടായത്. കണ്ടോ, ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ഒത്തിരി ദൈവങ്ങളുണ്ടായി വന്നു. എന്നാൽ യേശു അങ്ങനെ ഉണ്ടായ ഒരു ദൈവമല്ല. യേശു ഇറങ്ങി വന്ന് ഞാൻ ദൈവമാണെന്ന് തെളിയിച്ചു. വിശ്വസിച്ചവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ആ ആത്മാവും ശക്തിയുമാണ് ഇന്നും പ്രകടമാകുന്നത്. രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ട് യേശു നമ്മുടെ മധ്യേ ജീവിക്കുന്നതെന്നും തെളിയിക്കുന്നു. ഒരിക്കൽ കേരളത്തിന് വെളിയിൽ കുറച്ച് അച്ഛന്മാർ, 3 കത്തോലിക്ക സഭയിലെ അച്ഛന്മാർ മിഷൻ വേലയ്ക്ക് വേണ്ടി പോയി. ഒരു ഗ്രാമത്തിൽ ചെന്ന് അവരൊരു ചെറിയ പള്ളി ഉണ്ടാക്കി. എന്നിട്ട് അവിടെ പ്രാർത്ഥന ആരാധനയും തുടങ്ങി. സ്കൂള് പണിയാന്നൊക്കെയുള്ള ഉദ്ദേശമുണ്ട്, മിഷൻ വേലകളും. അപ്പോഴാണ് അവിടുത്തെ ഗ്രാമസഭ കൂടി. അവിടുത്തെ ഗ്രാമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അദ്ദേഹത്തിന് വിളിക്കുന്നൊരു പേരുണ്ട്, മൂപ്പൻ ഇരിക്കുകയാണ്. ഉടനെ മൂപ്പൻ പറഞ്ഞു, നമ്മൾ 101 ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ. ഈ ഓരോ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്താൻ 365 ദിവസത്തിനുള്ളതിൽ 101 ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു പൂജകളോ ആരാധനകളോ നടത്താറുണ്ട്. അങ്ങനെയാണ് ഈ ഗ്രാമം ഇതുപോലെ സംരക്ഷിക്കപ്പെട്ടു പോകുന്നത്. ഏതെങ്കിലും ഒരു ദൈവം കോപിച്ചാൽ നമുക്ക് പ്രശ്നമാവും.
ഇപ്പോൾ നമ്മുടെ കുറേ പാതിരിമാർ വന്നിട്ടുണ്ട്. അവർക്കും ഉണ്ട് ഒരു ദൈവം. അവരുടെ ദൈവത്തിന് യേശു എന്നോ മറ്റാ പേര്. നമ്മൾ ആ ദൈവത്തെ നമ്മൾ ഒഴിവാക്കരുത്. നമുക്ക് ആ ദൈവത്തെ കൂടെ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം എന്താണ്, ഈ 101 പേരെ നമ്മൾ പ്രീതിപ്പെടുത്തിയിട്ട് യേശു എന്ന് പറയുന്ന ദൈവം നമുക്കെതിരെ നിന്നാൽ നമുക്ക് പണിയാവും, ഈ ഗ്രാമത്തിന് പണിയാവും. അതുകൊണ്ട് ഈ ദൈവത്തിനെ പ്രസാദിപ്പിക്കാനും കൂടെ നിങ്ങൾ എന്നാന്ന് കുറച്ച് പേരെങ്കിലും പോയി ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യണം. അവരുടെ ഏതാണ്ട് ആരാധനാ ദിവസം സൺഡേ മറ്റാണെന്ന്. പ്രിയമുള്ളവരെ, പുതിയ ദൈവം വന്നു എന്ന് കണ്ടതോടുകൂടി പുതിയ ദൈവം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ മുഴുവൻ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് ഞായറാഴ്ച ദിവസം ഇവിടെ പ്രാർത്ഥനയൊക്കെ കുർബാനയൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ വന്ന് പുറത്ത് നിന്നുകൊണ്ടും ചാപ്പലിനകത്ത് നിന്നുകൊണ്ടും മുട്ടുകുത്തുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, കമന്ന് കിടക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എണ്ണയൊക്കെ ഒഴിക്കുന്നു. അച്ഛന്മാർക്ക് ഭയങ്കര സന്തോഷമായി. നാട്ടിലൊക്കെ 5 ദിവസം തുടർച്ചയായിട്ട് സുവിശേഷവും ധ്യാനവും പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇതാ അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ നമ്മുടെ വിശ്വാസി അവിടെ ഇരിക്കും. ഇങ്ങനെ ഇവിടെ ഒരു സുവിശേഷവും പറയാതെ തന്നെ നമ്മൾ പള്ളി ഉണ്ടാക്കിയതേ ഉള്ളൂ, അപ്പം തന്നെ എന്ത് ചെയ്തു, ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതാണ് വിശ്വാസം, ഇങ്ങനെ വേണം. അച്ഛന്മാർക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛന്മാർ ഈ ഗ്രാമീണരെയൊക്കെ കണ്ടപ്പം ചിരിച്ചൊക്കെ കാണിക്കാൻ തുടങ്ങി. ഉടനെ അച്ഛനെ കണ്ടപ്പോഴും പാതിരിയെ കണ്ടപ്പോഴും അവർ കൈകൂപ്പി കാണിച്ച് കാലേ തൊട്ട് വണങ്ങി. അച്ഛന്മാർക്ക് ഭയങ്കര സന്തോഷമായി. അവസാനം അച്ഛന്മാർ പറഞ്ഞു, നിങ്ങളുടെ വീട് എവിടെയാ, നിങ്ങൾക്ക് എന്നാ ജോലി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത്, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ ദൈവത്തെക്കുറിച്ചൊക്കെ അറിയാവോ, ചിരിച്ച സുവിശേഷം കൊടുക്കാൻ തുടങ്ങി. ഉടനെ അവർ ചോദിച്ചു, ഈ നിങ്ങളുടെ ഈ യേശു ദൈവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം, ഞങ്ങളുടെ മറ്റ് ദൈവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഉടനെ അച്ഛന്മാർക്ക് ഭയങ്കര സന്തോഷമായി. സുവിശേഷം പറയാൻ ഒരവസരം കിട്ടിയതുകൊണ്ട് അച്ഛന്മാർ പറഞ്ഞു, നിങ്ങൾ ഇരുന്നു പറഞ്ഞു, യേശു ദൈവമാണ്. യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, രോഗികളെ സുഖപ്പെടുത്തി. ഉടനെ ഉള്ള ചോദിച്ചു, ഇതന്നെ യേശു ക്രിസ്തു ഇങ്ങനെ ആരാ ഇത് യേശുവിനെ ഈ കുരിശെ കൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്, അപ്പോൾ രക്തമൊക്കെ വാർന്നൊലിച്ചിരിക്കുന്ന ഒരു യേശുവിൻ്റെ രൂപം അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഉടനെ പറഞ്ഞു, ഈ യേശുവിനെ ആ കാലഘട്ടത്തിലുള്ള ആളുകളെല്ലാവരും കൂടെ കൂടി ഇതാ പിടിച്ച് ആണിയടിച്ച് തല്ലി ആ 3 ആണികളിൽ ക്രൂശിൽ തൂക്കി. അതിൽ ചിലരെ കരയാൻ തുടങ്ങി. കണ്ടത് മോശമായിപ്പോയി. ദൈവത്തോടൊക്കെ അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് 101 പേരുണ്ട്, ഒരാളെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഉപദ്രവിക്കത്തില്ല, ഞങ്ങൾ അവരെയൊക്കെ പ്രസാദിപ്പിച്ച് കഴിയും. അന്നേരം ഒരു ദൈവത്തോടൊക്കെ ഇങ്ങനെ ചെയ്യാവോ, ദൈവം കോപിക്കത്തില്ലേ? എന്നിട്ട് ചോദിച്ചു, അപ്പോൾ ഈ ദൈവം അന്നേരം ഒന്നും ചെയ്തില്ലേ തിരിച്ച്? അച്ഛന്മാർ പറഞ്ഞു, നമ്മുടെ യേശുവിൻ്റെ യേശു ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, തന്നെ ഉപദ്രവിക്കുന്നവരെയും പീഡിപ്പിക്കുന്നവരെയും അവനൊന്നും ചെയ്യുകയില്ല. മൂപ്പൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേക്കാൻ പറഞ്ഞു, പോയേക്കാവുന്ന. കാരണം എന്താ, ഈ പുള്ളി ഞങ്ങളെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ ഞായറാഴ്ചയും കൂടെ മെനക്കെടുന്നത്. ഉപദ്രവിക്കുകയല്ലേ, പോയേക്കാവെന്ന് പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് പോയി. അച്ഛന്മാർ ഈ അണ്ണാൻ വായിക്കാത്തന്ന് കപ്പലണ്ടി താഴെ പോയി കഴിയുമ്പോൾ ഒരു നിപ്പ് നിൽക്കും. എല്ലാവരും കൂടി ഇറങ്ങി അങ്ങ് പോയി. നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പോലും ഇന്ന് യേശുവിനെക്കുറിച്ചുള്ള ധാരണ ഈ ആദിവാസികളെക്കാളും മോശമാണ്. പലരും ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇനി ഇത് കഴിഞ്ഞിട്ട് MBAക്ക് പോകാനായിട്ടുള്ളത്, അന്നേരം അങ്ങനെ തോറ്റുപോയെങ്കിലോ അതുകൊണ്ട് തൂത്തൂട്ടിലൊരു ധ്യാനം കൂടിയാക്കാം, അങ്ങനെ ഇരിക്കുകയാണ്. യേശു ശിക്ഷിക്കുകയില്ലെന്നുള്ള ക്ലാസ് എടുക്കണമെന്ന് 2-3 പ്രാവശ്യം വിചാരിച്ചു. ശിക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാർ മതിൽ ചാടി പോയെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ എടുക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ആർക്കും അറിഞ്ഞുകൂടാ. നമ്മളെല്ലാം ചിന്തിക്കുന്നുണ്ട്, യേശു കൊല്ലും, തിന്നും, അല്ലെ ദൈവം പീഡിപ്പിക്കും, കോപിക്കും, ശപിക്കും, ഇതെല്ലാം ഓർത്തുകൊണ്ടായിരിക്കുന്നത്. സത്യത്തിൽ യഥാർത്ഥ സത്യദൈവത്തിൻ്റെ രൂപം എന്താണ്, ഭാവം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒന്ന് നിങ്ങളിപ്പോൾ അറിഞ്ഞാൽ മതി, യേശുവാണ് ദൈവം. അവനിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു, അവൻ കൃപയൊഴുക്കുന്നു, അവൻ കരുണാമയനാണ്, ഒരു പാപിക്ക് വേണ്ടി അവൻ ജീവൻ വെടിഞ്ഞവനാണ്. ആരാണ് ദൈവം, എന്താ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ യേശു ക്രിസ്തുവാണ് ദൈവം. ഈ നാമത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ രോഗികൾക്ക് സൗഖ്യം കിട്ടും, ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നവർ മോചനം ഉണ്ടാകും. എത്രയോ അത്ഭുതം എൻ്റെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും കണ്ട് കണ്ണ് കഴിച്ചയാൾ, അത്ഭുതകരമായ രോഗശാന്തി അടയാളവും കണ്ട് കണ്ണ് കഴിച്ചു പോയ ഒരാളാണ്. ഒരിക്കൽ എനിക്ക് പെട്ടെന്നൊരു ഫോൺ വന്നു. ഇതാണ്,
ഒരു സ്ത്രീ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പം മരിക്കാൻ പോവുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ല, ഇനി അധികം സമയം ബാക്കിയില്ല, അതുകൊണ്ട് ഇതാ അച്ഛന്മാരോ ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കാൻ പറയാം. അപ്പം ഞാനിങ്ങനെ ഓർത്ത്, ഞാൻ ഇപ്പോൾ ഫോണിൽ ചോദിച്ചാൽ നമുക്ക് തൈലാഭിഷേകം കൊടുത്താൽ, എനിക്ക് തൈലാഭിഷേകം കൊടുക്കാൻ ഭയങ്കര ആഗ്രഹം. കാരണം എന്താണ്, ഒറ്റ മനുഷ്യൻ തൈലാഭിഷേകം ചെയ്യിക്കുകയില്ല, കാരണം മരിക്കാൻ പോകുന്നവരുടെ കൂതാശയല്ലേ. അതുകൊണ്ട് സാധാരണക്കാരും ചെയ്യിക്കില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു തൈലാഭിഷേകം കൊടുക്കാം. ഉടനെ അവരൊന്ന് മൂളി. ഞാനിവിടുന്ന് ഒരു കാറിൽ തൈലാഭിഷേകത്തിനുള്ള എണ്ണയൊക്കെ ആയിട്ട് നേരെ ഓടിച്ചെന്നു. ഈ സ്ത്രീ നല്ല ബോധത്തോടു കൂടി കിടപ്പുണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു പോകുന്നു. ആളുകളെല്ലാം പുറത്ത് കൂടി നിൽക്കുകയാണ്. ഞാൻ ഓർത്ത് ഇപ്പം മരിക്കുന്നതിന് മുമ്പ് കൊടുക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു കൈ മാത്രം കറുത്തകുപ്പായത്തിനിടയിലോട്ട് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ തലക്കൈ വെച്ച് പ്രാർത്ഥിച്ചു. മറ്റേ കൈ ഇടാൻ സമയം പോലും ഇല്ല. ഞാൻ ഒറ്റ കൈ കറുത്തകുപ്പായത്തിനിടെ കേട്ടിട്ട് പ്രാർത്ഥിച്ച്, അതിനുശേഷം മറ്റേ കൈ ഇവിടെ എടുത്തിട്ട ശേഷം തൈലം കയ്യിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെറിയ രീതിയിൽ ഷോർട്ടായിട്ടൊരു തൈലാഭിഷേക പ്രാർത്ഥന നടത്തി എണ്ണ പൂശി. അപ്പോൾ ഡോക്ടർമാരതിലെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ എണ്ണയൊക്കെ പൂശി കഴിഞ്ഞപ്പോൾ എനിക്ക് ആവേശമായി. ഞാൻ പറഞ്ഞു തൈലാഭിഷേകം കൊടുത്തു, ഇനി നമുക്ക് കുർബാനയും കൂടെ കൊടുത്താലോ. അപ്പോൾ അവർ പറഞ്ഞു നല്ല കാര്യമാണ്, കൊണ്ടുവരാ. അപ്പോഴാണ് ഡോക്ടർമാരവരെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഈ സ്ത്രീക്ക് ഇപ്പം ആവശ്യം നല്ല സമാധാനമാണ്. നിങ്ങൾ ഈ അച്ഛന്മാരെ എല്ലാം വിളിച്ച് കൂട്ടി ഭയങ്കര പ്രാർത്ഥനയും നിലവിളിയും കാർച്ചയൊക്കെ വെച്ചാൽ ഈ സ്ത്രീക്ക് ഭയങ്കര ടെൻഷനാകും. അങ്ങനെ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സിറ്റുവേഷൻ വഷളാകും. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മാറാൻ പറഞ്ഞു, അവളെ ശാന്തമായി കിടന്ന് ഉറങ്ങാൻ അനുവദിക്കാം. ഉടനെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ വന്നു പറയും, അച്ഛാ നമുക്ക് കുർബാന നമുക്ക് പിന്നെ എപ്പോഴേലും കൊടുക്കാം. ഞാനിങ്ങ് പോന്നു. പ്രിയമുള്ളവരെ, 3-ാം ദിവസം ആ സ്ത്രീ ഹോസ്പിറ്റലിൽ വിട്ട് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. യാതൊരു കുഴപ്പമില്ലാതെ ആ സ്ത്രീ ഇപ്പോഴും ജീവിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോഴും ഒരു കുഴപ്പമില്ല ജീവിക്കുന്നു. 10-17 വർഷമായി, ഒരു കുഴപ്പമില്ല. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ തളർന്നു കിടന്നു. ചെറുപ്പക്കാരനാണ്, കൈയും കാലും തളർന്നു കിടക്കുക. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് ചോദിച്ചു, സഹോദര, രോഗികൾക്ക് കൊടുക്കുന്ന കൂദാശയാണ് തൈലാഭിഷേകം. എനിക്ക് ഈ തൈലാഭിഷേക ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് ചോദിച്ചു. നിനക്ക് ധൈര്യമുണ്ടോ? എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് തൈലാഭിഷേകം, എൻ്റെ ആഗ്രഹം കൊണ്ടാണ്. അച്ഛനായിട്ട് തൈലാഭിഷേക ശുശ്രൂഷ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ തൈലമായിട്ട് ഓടിച്ചെല്ലുമ്പോൾ അമ്മച്ചി ചത്തുപോകും, പിന്നെ എങ്ങനെ കൊടുക്കാൻ? അങ്ങനെ എനിക്കൊരവസരം കിട്ടി. ഞാൻ പതുക്കെ ഇവിടെ വന്ന് തൈലമൊക്കെ എടുത്ത് ഞാൻ പോകാനിരിക്കുമ്പോൾ എൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാരുണ്ട്. ഞാൻ തൂത്തുട്ടിക്കവല ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു എവിടെ പോവാ? ഞാൻ പറഞ്ഞു ഒരു രോഗിയെ സുഖപ്പെടുത്താൻ പോവാ. ആ ശരി ശരി എന്ന് പറഞ്ഞ് അവർ ചിരിച്ച്. ഞാൻ അവിടെ ചെന്ന് തൈലാഭിഷേകം പൂശി പ്രിയമുള്ളവരെ തിരിച്ചു വന്നു. എന്ത് സംഭവിച്ചെന്നറിയോ? പ്രിയമുള്ളവരെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ നടന്ന് ഈ ചാപ്പലിലേക്ക് കയറി വന്നു. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ. അന്നേരം പ്രാർത്ഥിച്ച്, ഇവിടെ കയറി വന്ന ഉടനെ ഞാൻ പ്രാർത്ഥിച്ച്, തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നത്, നീ ഈ മണർകാട് പ്രദേശത്ത് എവിടെയെങ്കിലും അതയാൾ പുരോഹിതന്മാരുടെയൊക്കെ ഡ്രസ്സ് തയ്ക്കുന്ന ആളാണ്. അപ്പോൾ വേറൊരാളുടെ കൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ സ്വയം ഒരു ഡ്രസ്സ് തയ്ക്കുന്ന കടയുണ്ടാക്കണമെന്ന് കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്ക് തന്നെ തയ്ക്കാൻ അറിയാൻ മേല, എനിക്ക് തന്നെ വെട്ടാനറിയാൻ മേല, ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റുകയില്ല. കുപ്പായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ അച്ഛന്മാർ കിടത്തിപ്പുറപ്പിക്കത്തില്ല. വേറെ വല്ലവരുടെ ആണെങ്കിൽ ബ്ലൗസോ സാരിയോ ഒക്കെ ആണെങ്കിൽ പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ഇതെന്ന് മാത്രമല്ല 7-8 10 മീറ്റർ തുണിയുടെ ഇടപാടാണ്. മറ്റേന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ 1 മീറ്ററിൻ്റെ കേസ് കെട്ടേ ഉള്ളൂ, മേടിച്ച് വേണേൽ കൊടുക്കാം. ഇതെങ്ങാനും പോയി. ഞാൻ പറഞ്ഞ്, കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നത് നിനക്ക് സ്വന്തമായി ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്നാണ്. എന്ത് സംഭവിച്ചു? പ്രിയമുള്ളവരെ, എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മണർകാട്ടൊരു സ്ഥാപനം എടുത്ത് ഇതാരംഭിച്ച് അനേകം വൈദികരുടെയും ബിഷപ്പുമാരുടെയും ഡ്രസ്സുകൾ തയ്ച്ച് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി ദൈവം ആ സ്ഥാപനത്തെ രൂപാന്തരപ്പെടുത്തി. കണ്ടോ? യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകടമായ ദൈവത്തിൻ്റെ അത്ഭുതകരം. ഇന്നലെയും രാത്രി 11-12 മണി വരെ ഒരു മനുഷ്യൻ, പ്രിയമുള്ളവർ, എൻ്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എല്ലാ ദിവസവും ഇവിടെ വരും വൈകുന്നേരം രാത്രിയിൽ കോട്ടയം ടൗണിൽ നിന്ന്. പറയുമായിരുന്നു, ഞാൻ എൻ്റെ അന്നനാളത്തിനായിരുന്നു മാരക ക്യാൻസർ. ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ നോക്കിയപ്പോൾ ഈ ടൈപ്പ് ട്യൂമറിൻ്റെ പ്രത്യേകത, ഈ ക്യാൻസർ പ്രകടമായി കഴിഞ്ഞാൽ 12 ദിവസത്തിനുള്ളിൽ ഇത് സ്പ്രെഡ് ചെയ്ത് ആൾ മരിച്ചു പോകും. അതുകൊണ്ട് ഡോക്ടർമാർ എന്നെ കണ്ട ഉടനെ ഈ ടൈപ്പാണെന്ന് മനസ്സിലായതോട് ഡോക്ടർമാർ പറഞ്ഞു, തൽക്കാലം തിരിച്ചു പോക്കൂ,
12-13 ദിവസം കഴിയുമ്പോൾ വന്നാൽ മതി. കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, തന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടത് ഈ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാതിരുന്നതുകൊണ്ടാണ്. കാരണം ഹാർട്ടിന് തകരാറുണ്ട്, ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചാൽ ഇദ്ദേഹം കോമാ സ്റ്റേജിലായി മരിച്ചു പോകും. ഈ ട്രീറ്റ്മെൻറ്റ് ഇതുകൊണ്ട് ഈ ആൾ രക്ഷപ്പെടാനും സാധ്യതയില്ല. അതുകൊണ്ട് ഒരു ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു വിട്ടു. 12 ദിവസത്തിനിടയിൽ പ്രിയമുള്ളവർ ഇവിടെ വന്ന് തൈലാഭിഷേക ശുശ്രൂഷയും സ്വീകരിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ ട്യൂമറിന് യാതൊരു മാറ്റവും. അതിനുശേഷം പ്രിയമുള്ളവർ വീണ്ടും ഇതാ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ശ്വാസകോശത്തിൻ്റെ നാളത്തിനകത്ത് വീണ്ടും നൊഡ്യൂൾസ് പ്രത്യക്ഷപ്പെട്ടു. ഉടനെ ഒരു ഡോക്ടർ നോക്കിച്ച് പറഞ്ഞു, ഇത് ക്യാൻസറാണ്, അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവർ അന്നേരമാണ് പുള്ളിക്കാരൻ ഫോണിൽ കൂടെ തൈലാഭിഷേക ശുശ്രൂഷ ഓണാക്കി വെച്ച് കേട്ടു. മാസം ഇതും 2-3 മാസം കൊണ്ട് നടന്നതാണ്. അത് കേട്ടുകൊണ്ടിരിക്കും. പുള്ളി ഇവിടുത്തെ തൈലാഭിഷേക ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഒരു ജൂനിയർ ഡോക്ടർ ബയോപ്സിക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വന്ന് നോക്കുമ്പം ഒന്നും കാണാനില്ല. ഉടനെ ഡോക്ടർ പറഞ്ഞു, ഇത് എവിടെ നിന്ന് എന്നെ എടുക്കാനേ പറഞ്ഞു, ഒന്നും കാണാനില്ല. കാണാത്ത സഫർ ഒത്തിരി നൊടിയൂൾസ് നിൽക്കുകയെന്നാണ് പറയുന്നത്, ഒന്നും കാണാനില്ല. പ്രിയമുള്ളവരെ, അത്ഭുതകരമായിട്ട് അങ്ങനെ സൗഖ്യപ്പെടുത്തി. 9 മണിക്കൂർ നീണ്ടുന്ന ഓപ്പറേഷനോടുകൂടി ട്യൂമർ എടുത്ത് കളഞ്ഞു. പക്ഷേ ആ ട്യൂമറിൽ ക്യാൻസർ ഇല്ലെന്ന് തെളിഞ്ഞ്. കണ്ടോ, 6 തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിച്ച് ഇതിനിടയിൽ ഓരോ തൈലാഭിഷേക ശുശ്രൂഷ സമയത്തും ഓരോ മേഖലകൾ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനത്തെ തൈലാഭിഷേക ശുശ്രൂഷ സമയത്ത് ഇവിടുന്ന് ഒരു കിഴുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിലൂടെ വെള്ളം ലീക്കാകുമായിരുന്നു. അതും സുഖപ്പെട്ടു. അങ്ങനെ പരിപൂർണ രോഗസൗഖ്യം പ്രാപിച്ച് കഴിഞ്ഞ ടെസ്റ്റിന് ചെന്നപ്പോൾ ഡോക്ടർ അടുത്തിരുന്നിട്ട് കയ്യെ ഞെക്കി നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു, എടൂ താൻ ജീവനോടെ തന്നെ ഇരിക്കുന്നത്. വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സർവൈവൽ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു രോഗി ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. വേഗം പറഞ്ഞു, ഞാൻ കിടക്കുന്നതിന് തൊട്ടപ്പുറത്ത് 28 വയസ്സുകാരൻ ഒരാൾ കിടപ്പണം ഇതേ രോഗം കൊണ്ട്. അവനെ മരിച്ച് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ട്. ഓരോരുത്തരും മരിച്ച് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് കണ്ട്. പക്ഷേ ഞാൻ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് എൻ്റെ രോഗം കർത്താവ് എടുത്തു മാറ്റി. ആ ക്രിസ്തുവാണ് നിന്നെ വിളിച്ച് ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. നിങ്ങൾ തീരുമാനിക്കണം. Bye.